അതേപോലെ തന്നെ മുകളിൽ എന്തെങ്കിലും ഒരു ഇല വീണാൽ പോലും അല്ലെങ്കിൽ ഒരു കാക്ക കാഷ്ടിച്ചാൽ പോലും അത് വളരെ ക്ലിയർ ആയിട്ട് അടിഭാഗത്തേക്ക് ഒരു വൃത്തികേടായിട്ട് കാണുന്ന ഒരു രൂപം. സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ ഓരോ പ്രൊജക്റ്റുകളും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ കസ്റ്റമർക്കുള്ള പർപ്പസ് എന്താണോ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമായിട്ട് കാണാറുള്ളത്. ഇവിടെ നമ്മൾ ഫിറോസ് ബാബു സാറിന്റെ വീട്ടിൽ നമ്മൾ വന്ന സമയത്ത് അവരുടെ സിറ്റൗട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാൻ അല്ലെങ്കിൽ വെയിലിന്റെ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ അവരൊരു ഗ്ലാസ് റൂഫായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗ്ലാസ് റൂഫിന്റെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നോർമലി ഗ്ലാസ് റൂഫിങ്ങിന് വരുന്ന ഒന്ന് രണ്ട് നെഗറ്റീവ് പ്രശ്നങ്ങൾ ഇവിടെയും വന്നു എന്നുള്ളതാണ്. അതായത് ഇടക്കിടക്ക് വളരെ പെട്ടെന്ന് വാഷിങ്ങിന്റെ ആ ഒരു മെത്തേഡിലേക്ക് പോകേണ്ടി വരും. വാഷിങ് ചെയ്ത് കഴിഞ്ഞാലും അത് ക്ലീൻ ആവാത്തൊരവസ്ഥ. അതേപോലെ തന്നെ മുകളിൽ എന്തെങ്കിലും ഒരു ഇല വീണാൽ പോലും അല്ലെങ്കിൽ ഒരു കാക്ക കാഷ്ടിച്ചാൽ പോലും അത് വളരെ ക്ലിയർ ആയിട്ട് അടിഭാഗത്തേക്ക് ഒരു വൃത്തികേടായിട്ട് കാണുന്ന ഒരു രൂപം. ഇതൊക്കെ വന്ന സമയത്താണ് ഇവർ ആ ഗ്ലാസ് റൂഫ് പരിപൂർണമായിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യുകയും ഇത്തരത്തിലുള്ള ഒരു ടെൻസൈൽ റൂഫിംഗ് പ്രൊജക്റ്റിലേക്ക് അവർ കടന്നു വരികയും ചെയ്തിട്ടുള്ളത്.